പട്ടികജാതിക്കാരനായ ക്ഷേത്ര പൂജാരിക്ക് നേരെ ജാതി അധിക്ഷേപവും കള്ളക്കേസും. ഇടത് യൂണിയൻ നേതാക്കളുടെ അവഹേളനത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാന്തിക്കാരൻ PR വിഷ്ണു ജോലി രാജിവെച്ചു. ദേവസ്വം പറവൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതായും സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിഷ്ണു പറയുന്നു. ഒരു പട്ടികജാതിക്കാരൻ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാകുന്നു. ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്പർ 1 കേരളത്തിലെ നവോത്ഥാനം. എന്നാൽ അയാളെ നിരന്തരം ജാതി പറഞ്ഞ ഭീഷണിപ്പെടുത്തുകയും കള്ളക്കേസുകളിൽ പെടുത്തുകയും ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇടത് ദേവസ്വം ജീവനക്കാരുടെ സംഘടന. അങ്ങനെ ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ് ആലങ്ങാട് സ്വദേശിയായിട്ടുള്ള വിഷ്ണു PR. ജോയിൻ ചെയ്തത് തുടങ്ങി ഈ രാജിവെക്കുന്ന അന്ന് വരെ നമ്മൾ സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല. ദേവസ്വത്തിലെ യൂണിയൻ നേതാവായ ഒരു എംബ്രാന്തിരി, അദ്ദേഹം പലതവണ നമ്മളെ ടോർച്ചറിങ് ചെയ്തിട്ടുണ്ട്. ജയേഷ് വന്നിട്ട് നമ്മളോട് ജാതി ചോദിക്കുകയും വേണ്ട, അച്ഛൻ്റെ പാതയിൽ പോവാ, കൂലിപ്പണിയായിട്ടുള്ള രീതിയിൽ പോവാന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ചിന്തിച്ചത്. 3 മാസം മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമനം ലഭിച്ച വിഷ്ണുവിന് ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ കടുത്ത വിവേചനമാണ് നേരിടേണ്ടി വന്നത്. 2024 തത്തപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പകരക്കാരനായി ജോലി ചെയ്യുമ്പോൾ ഉണ്ടായ ജാതി അധിക്ഷേപത്തിനെതിരെ വിഷ്ണു പരാതി നൽകിയിരുന്നു. ഈ പരാതി പിൻവലിക്കാൻ ഉദ്യോഗസ്ഥർ വിഷ്ണുവിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പരാതി പിൻവലിച്ചില്ലെങ്കിൽ സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറവൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഭീഷണിപ്പെടുത്തി. ഇടത് സംഘടനാ നേതാക്കളും ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്ന് വിഷ്ണു ആരോപിക്കുന്നു. ഞാനിവിടെ തത്തപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ പറവൂർ ഗ്രൂപ്പിലുള്ള തത്തപ്പള്ളി ദേവസ്വത്തിൽ അവിടെ ശാന്തി കഴിക്കാനായിട്ട്, പകരം വ്യവസ്ഥയിൽ ശാന്തി കഴിക്കാനായിട്ട് പോയ സമയത്താണ് സമീപവാസിയായിട്ടുള്ള മുൻ ഉപദേശക സമിതി അംഗം ജയേഷ് വന്നിട്ട് നമ്മളോട് ജാതി ചോദിക്കുകയും അതിനെതിരെ നമ്മൾ കേസ് ഹൈക്കോടതിയിൽ, ഇപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിനൊക്കെ കൊടുത്തു, ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് ജാമ്യം. അത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് 2024 അതിനെ തുടർന്ന് ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ സർവീസ് അതിന് ശേഷം ഒരുപാട് നമ്മളെ ഈ ജാതിപരമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ പകരം വ്യവസ്ഥയിൽ അതിനുശേഷം നോക്കിയ ക്ഷേത്രത്തിൽ നിന്നും അവിടെ പകരം വ്യവസ്ഥ നോക്കാൻ പാടില്ല, അവിടെ പകരം വ്യവസ്ഥയിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ ഇടത് യൂണിയൻ്റെ തന്നെ ഈ CI2-ൻ്റെ തന്നെ യൂണിയൻ നേതാവായ മുൻ യൂണിയൻ നേതാവായ ദേവസ്വത്തിലെ യൂണിയൻ നേതാവായ ഒരു എംബ്രാന്തിരി, അദ്ദേഹം പലതവണ നമ്മളെ ടോർച്ചറിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇവർ നമ്മളെ മൂകാംബി ക്ഷേത്രത്തിൽ വിളിച്ചു വരുത്തുകയും അവിടെ മാനസികപരമായിട്ട് നമ്മളോട് ഇങ്ങനെ ആ യൂണിയനിൽ ചേർന്നില്ലെങ്കിൽ സമാധാനപരമായിട്ടൊന്നും ജോലി നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ജോലിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ വിഷ്ണുവിനെതിരെ 2 വ്യാജ പരാതികൾ കെട്ടിച്ചമച്ചു. വാര്യംകാവ് ക്ഷേത്രത്തിലെ ചുമതലയേറ്റപ്പോൾ ഉണ്ടായ തിരിമറികൾ റിപ്പോർട്ട് ചെയ്തതും ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചു. നിരന്തരമായ അധിക്ഷേപത്തിലും വേട്ടയാടലിലും മനം മടുത്താണ് വിഷ്ണു രാജിക്കത്ത് നൽകിയത്. പിന്നീട് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ആ മാല നോക്കി, സംശയം കൊണ്ട് നമ്മൾ മാല നോക്കി കഴിഞ്ഞപ്പോൾ അത് മുക്കുവണ്ടമായിരുന്നു. മുക്കുവണ്ടം നോക്കിക്കഴിഞ്ഞ് വാതുറക്കാവ് ക്ഷേത്രത്തിൽ മുക്കുവണ്ടമായിരുന്നു അത്. അപ്പോൾ ആ മാല നമ്മൾ മുക്കുവണ്ടത്തിൻ്റെ കാര്യങ്ങൾ നമ്മളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചു, മാനേജറെ അറിയിച്ചു. അപ്പോൾ അവരത് വന്നു, അയാളെ വിളിച്ച് വരുത്തിച്ചു. ഒരു നാടകീയ രംഗം പോലെയായിരുന്നു എനിക്ക് മനസ്സിലാക്കിയത്. കാരണം അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് ഒത്തുതീർപ്പാക്കി അയാൾ വെറുതെ വിട്ടു. അതിൻ്റെ പിന്നിലും ഈ യൂണിയൻ തന്നെയായിരുന്നു. നമ്മളെ കൊടുക്കാനുള്ള ഒരു രീതിയായിരുന്നു. സ്വർണ്ണാഭരണ കേസിൽ വരെ നമ്മളെ കൊടുക്കാനുള്ള രീതി അവർ കാണിച്ചിരുന്നു. ജാതിയുടെ പേരിൽ പുകച്ചു പുറത്താക്കുന്ന സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ദേവസ്വം ബോർഡിലെ ഇടത് നേതാക്കളുടേത് കുറ്റകരമായ നടപടിയാണ്. വിഷ്ണുവിനെ വേട്ടയാടിയവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. ഒപ്പം രാജി അംഗീകരിക്കുകയുമരുത്. ഇതാണ് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുനയ്യപ്പൻ, ജനം.